എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് 19-ാം തീയതിയാണ്, അതായത് നാളെയാണ്. അപ്പോൾ മാർച്ച് 19-ാം തീയതി ബുധനാഴ്ച രാവിലെ, അതായത് നാളെ രാവിലെ 9:30 മുതൽ 11:15 വരെ വിദ്യാർത്ഥികൾക്ക് മൂന്നാം ഭാഷയായിട്ടുള്ള ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ് പരീക്ഷയാണ് ഉണ്ടാവുക. വിദ്യാർത്ഥികൾ രാവിലെ 9 മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലേറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ലേറ്റ് അതിൻ്റെ ടെൻഷനും കാരണങ്ങൾ കൊണ്ടൊക്കെ പഠിച്ചതൊക്കെ മറക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഹിന്ദിയും അതുപോലെ ജനറൽ നോളജ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിനെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം, അതായത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം സ്കൂളിൽ പോകാനായിട്ട്. കാരണം ഹിന്ദി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും കുറച്ച് ഹിന്ദി അറിയാതെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്നുകിൽ അതിൻ്റെ ആൻസേഴ്സൊക്കെ എഴുതി പഠിക്കുകയോ മറ്റോ ചെയ്യുക. കാരണം ഹിന്ദി ആയതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഈസി ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്കൊരു അതായത് ഒരു 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ പാസ്സാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 5 മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 40 മാർക്കിലാണ് പരീക്ഷയുള്ളത്. അപ്പോൾ 40-നോടൊപ്പം 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിലാണ് പരീക്ഷ വരിക. അപ്പോൾ പരീക്ഷയല്ല, ടോട്ടൽ മാർക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 10 മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സാധാരണഗതിയിൽ കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഈ ഒരു 10-ന് വരെ നിങ്ങൾക്ക് 9 മാർക്കാണ് കിട്ടുക എന്നുള്ളത് നോക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതായത് 6 മാർക്കാണ്. അതായത് 6 എന്ന് പറയുമ്പോൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ ഒരു 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാകും. അതായത് നിങ്ങളൊരു 6 മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ പാസ്സാകും. അതായത് 9 മാർക്കാണ് നിങ്ങൾക്ക് CE കിട്ടുള്ളൂ എങ്കിൽ, അത് നമുക്ക് ഒരു ബൈ ചാൻസ് നമുക്ക് ആ 9 മാർക്കേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു 9 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, CE മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 6 മാർക്ക് നിങ്ങൾ എഴുത്തു പരീക്ഷയിൽ വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു 15 മാർക്ക് കിട്ടുക. 15 എന്ന് പറയുമ്പോൾ ഈ ഒരു 50 മാർക്കിൻ്റെ 30% മാർക്കാണ് ഈ ഒരു 15 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങളൊരു മിനിമം 6 മാർക്കെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പരീക്ഷ പാസ്സാകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെക്കൊണ്ട് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ, അതായത് 40-ൽ നിങ്ങൾക്കൊരു 30 മാർക്ക്, നിങ്ങൾക്ക് 40-ൽ ഒരു 30 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് മാർക്ക് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഈ ഒരു 40-ഉം 10 മാർക്ക് CE ഉൾപ്പെടെ 50-ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 50 മാർക്കിൽ നിങ്ങൾക്ക് 6 മാർക്കും അതുപോലെ തന്നെ 9 മാർക്ക് CEയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 15 മാർക്കാണ്. ഈ ഒരു 15 മാർക്കിൻ്റെ ഗ്രേഡ് വരിക D+ ഗ്രേഡാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങിക്കുക, അതായത് 6 മാർക്കിലും കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. അതായത് D+ എന്ന് പറയുന്നത് ഏറ്റവും ജയിക്കാൻ വേണ്ട കുറഞ്ഞ മാർക്കാണ്, അതായത് കുറഞ്ഞ ഗ്രേഡാണ് D+ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് D+ ഗ്രേഡാണ് കിട്ടുക. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു A ഗ്രേഡ് കിട്ടണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരു A ഗ്രേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ A ഗ്രേഡ് കിട്ടണം, അതല്ലെങ്കിൽ A+ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളത്തെ പരീക്ഷയിൽ ഒരു 35 മാർക്കെങ്കിലും വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു A+ കിട്ടുക. അതായത് ഈ ഒരു 35-നോടൊപ്പം CE ഉൾപ്പെടെ CE 10 മാർക്ക് കിട്ടുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു 45 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് A+ ഗ്രേഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് താഴെയായിട്ട് 30 മാർക്കൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അത് A ഗ്രേഡും, അതിന് താഴെ ഓരോ 4-5 മാർക്ക് കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ 4 മാർക്ക് കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് പിന്നീട് അടുത്ത B+B ഈ ഒരു രീതിയിൽ മാറുകയും ചെയ്യും. നിങ്ങൾക്ക് 15 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അത് D+ ഗ്രേഡ് ആയിരിക്കും. അതായത് CE ഉൾപ്പെടെ 15 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അത് D+ ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു കുറഞ്ഞതൊരു 20 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചുകൂടി നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു 30 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളെക്കൊണ്ട് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിന് 40 മാർക്കുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നാളത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങിച്ചാലാണ് A+A ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള ഗ്രേഡുകളും കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് അതായത് ഫുൾ CE മാർക്ക്, അതായത് 10 മാർക്ക് തന്നെ CE മാർക്ക്, CE മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾറെഡി നൽകിയിട്ടുള്ള മാർക്കാണ്, അതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടുന്ന മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് CE മാർക്ക് 10 മാർക്ക് കിട്ടുന്നുവെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ 36 മുതൽ 40 വരെ മാർക്ക് കിട്ടിയാൽ A+ ആണ്. അതായത് 36 എന്ന് പറയുമ്പോൾ 35 മാർക്ക് നേടിയാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു A+ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് CE നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ 35 മുതൽ 40 വരെ മാർക്ക് വാങ്ങിച്ചാൽ മതി. അതുപോലെ 30 മുതൽ 34 വരെ മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് A ഗ്രേഡും, 25 മുതൽ 29 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ B+ ഗ്രേഡും, അതുപോലെ 30
30 20 മുതൽ 24 വരെ ബി ഗ്രേഡും 15 മുതൽ 19 വരെ മാർക്ക് കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡ്, 10 മുതൽ 14 വരെ മാർക്ക് കിട്ടിയാൽ സി ഗ്രേഡും അതുപോലെ 5 മുതൽ 9 വരെ മാർക്ക് കിട്ടിയാൽ ഡി പ്ലസ് ഗ്രേഡുമാണ് കിട്ടുക. ഇതിന് താഴെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡിഒ ഇഒ കിട്ടിയിട്ട് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിൻ്റെ ആ ഒരു കാര്യം വരുന്നത്. ഈ ഒരു രീതിയിൽ 10 മാർക്ക് സി കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ എക്സ്ട്രാ ഒരു മാർക്ക് കൂടി ഇതിനോടൊപ്പം വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് അതായത് എ പ്ലസോ എയോ ഒക്കെ കിട്ടുക. അതായത് നിങ്ങൾക്ക് 9 CE മാത്രമേ കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 36 മുതൽ 40 വരെ മാർക്ക് കിട്ടിയാലാണ് എ പ്ലസ് കിട്ടുക. 31 മുതൽ 35 വരെ മാർക്ക് കിട്ടിയാൽ എ ഗ്രേഡ്, 26 മുതൽ 30 വരെ മാർക്ക് കിട്ടിയാൽ ബി പ്ലസ്, 21 മുതൽ 25 വരെ മാർക്ക് കിട്ടിയാൽ ബി ഗ്രേഡ്, 16 മുതൽ 20 വരെ സി പ്ലസ് ഗ്രേഡും, 11 മുതൽ 15 മാർക്ക് വരെ സി ഗ്രേഡും, 6 മുതൽ 10 വരെ മാർക്ക് കിട്ടിയാൽ ഡി പ്ലസ് ഗ്രേഡുമാണ് കിട്ടുക. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാലും ഡി ഗ്രേഡോ അല്ലെങ്കിൽ ഇ ഗ്രേഡോ ആണ് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.